എന്താണ് ഇതിൻ്റെ പിന്നിലെന്നാണ് താങ്കൾ കരുതുന്നത്? മുട്ടിൽ മരമുറി കേസ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മുട്ടിൽ മരമുറി കേസിൽ അതിലെ പ്രതികളായിട്ട് വരുന്ന ആൾക്കാർ ഇപ്പോൾ ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തുവിട്ട ചാനലിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന മാനേജിംഗ് ഡയറക്ടർ, ഉടമസ്ഥരോ എന്ന് പറയുന്ന രീതിയിലിരിക്കുന്ന ആളുകൾ തന്നെയാണ് മുട്ടിൽ മരമുറി കേസിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന പ്രതികൾ. അവരാണ് ഏതാണ്ട് 112ഓളം മരങ്ങൾ ആ ഒറ്റ കേസിൽ തന്നെ മുറിച്ച് കടത്തിയിരിക്കുന്ന കേസാണ്. അത് 500-നും 600-നും ഇടയ്ക്ക് വർഷം പഴക്കമുള്ള മരങ്ങൾ മുതൽ ഉള്ള മരങ്ങളാണ് മുറിച്ച് കടത്തിയിരിക്കുന്നത്. അതിൽ അന്വേഷണം നടത്തുന്നതിൽ കൃത്യമായിട്ട് ഏതറ്റം വരെയും പോകാൻ പറ്റുന്നു. അതിൻ്റെ ഒരുപക്ഷെ ഫസ്റ്റ് ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലാദ്യമായിട്ട് തന്നെ മരത്തിൻ്റെ DNA എടുത്ത് കമ്പയർ ചെയ്ത സംഗതി, മരത്തിൻ്റെ ഏജ് എത്രയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ സംഗതി, ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ ഒരു വിരോധം എന്നുള്ള പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിലൂടെ അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനലിസം വളർത്തുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് കാണുന്നത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ഒരു കേസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചാൽ അയാൾക്കെതിരെ വ്യാജമായിട്ട് ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് ഇനിയിപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു കേസ്, ഒരു പ്രമാദമായ കേസ് അന്വേഷിക്കാൻ തയ്യാറാകരുത് എന്നുള്ളതിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനൊരു കേസ് അന്വേഷണം നടത്തി എന്നുള്ളതല്ലാതെ മറ്റൊരു സംഗതി എനിക്കിതിനകത്ത് കാണാനില്ല. മറ്റൊരു ആരോപണം ഇതുവരെയും കഴിഞ്ഞ 21 കൊല്ലമായിട്ടും ഇത്തരത്തിലുള്ളോ മറ്റ് ഏതെങ്കിലും തരത്തിലോ അങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള ഒരു ആരോപണങ്ങളും ഇതുവരെയും നേരിടാത്തൊരു വ്യക്തിയാണ്. തന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ മേലുദ്യോഗസ്ഥർ വിശ്വസിക്കുമായിട്ടുള്ള ഒരു കരിയറാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിച്ച് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് അത് ഈ കേസിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഇനി ഒരു കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ്. ഇപ്പം അങ്ങനെയാണ് സാർ പറഞ്ഞത്. എൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു കേസ് സത്യസന്ധമായി അന്വേഷിക്കുന്നു, ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഈ രീതിയിലുള്ള അതിഗുരുതരമായ രീതിയിലുള്ള വെളിപ്പെടുത്തൽ പരാതികളുണ്ടാവും. ഇത് എങ്ങനെയാണ് ഇതിന് നേരിടാൻ എല്ലാ രീതിയിലും അതിൻ്റെ കേസ് പോകേണ്ടത് ക്രിമിനലായിട്ടും സിവിലായിട്ടും പോകേണ്ട രീതിയിൽ മാനനഷ്ടത്തിനടക്കം കേസ് ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ DGP സാറിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ശരിക്കത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചാനൽ എന്ന് പറയുന്നത്, മീഡിയ എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം അയാളെ ഇല്ലായ്മ ചെയ്യാൻ, അത് തന്നെയാണല്ലോ വ്യക്തി തേജോധം ചെയ്യുകയാണല്ലോ. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നടപടി ഉണ്ടെങ്കിൽ അതിനടക്കം പരാതി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മലപ്പുറം SP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പരാതികളും ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയിലൂടെ ഇത്തരം മറ്റ് ചില സ്വന്തം താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണോ? അതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയുന്നില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ആ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. എൻ്റെ കാര്യം ഇതാണ്, എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഉദ്ദേശത്തോടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെന്ന് പ്രതീക്ഷിക്കാം.